കിട്ടിയ സാധനങ്ങൾ എടുത്ത് മാറ്റി ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോവുക ചെയ്തു. ഈരാറ്റുപേട്ട ടൗണിലുള്ള ലിംറ ബിരിയാണി സ്റ്റോർ എന്ന ഈ പലചരക്ക് സ്ഥാപനത്തിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ നിൽക്കുകയാണ്. എന്തുമാത്രം നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും? ഭയാനകമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മുഴുവൻ സാധനങ്ങളും പോവുക ചെയ്തത്. നമ്മൾ രാത്രി 1:30 മണിക്കാണ് ഇവിടെ അറിയാൻ സാധിച്ചത്. തൊട്ടടുത്തുള്ള ഹോട്ടലുകാർ വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി വെള്ളം കയറി വരിക ചെയ്തത്. ഈ അരിയും സാധനങ്ങളും പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റാത്ത കണ്ടീഷനാണ്. കൈ കിട്ടിയ സാധനങ്ങൾ എടുത്ത് മാറ്റി ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോവുക ചെയ്തത്. ഇത് നിങ്ങൾ എപ്പോഴാണ് ഇത് വിവരം അറിഞ്ഞ് നിങ്ങൾ ഓടിയെത്തി? രാത്രി ഞങ്ങൾ 1:30 മണിക്ക് തൊട്ടടുത്തുള്ള ഹോട്ടലിൻ്റെ അടുത്ത് അകത്ത് കിടക്കുന്നവർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്ഥലത്തെത്തി. വെള്ളം ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ടെന്ന് പറയുകയും പെട്ടെന്ന് വന്ന് നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ വെള്ളം കയറുകയും ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായിപ്പോയി. ഇപ്പം വൃത്തിയാക്കിയോ ഇതെല്ലാം? എങ്ങനെ? ഇപ്പം ഇന്നലെ മുതൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത എന്ന് പറയുന്നത് സാധനങ്ങളെടുത്ത് കയറ്റുക എന്നുള്ള ലക്ഷ്യമുള്ളൂ. അല്ലാതെ നമുക്ക് അതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ തന്നെ ആ ദുഃഖം മനസ്സിലാവും. എന്തുമാത്രം നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന്. കടയിൽ ഒരു പലചരക്ക് കടയാണ് ഈ സ്ഥാപനം. ഈ സ്ഥാപനം ഉൾപ്പെടെ ഈ പരിസരത്തുള്ള ഈരാറ്റുപേട്ട ടൗണിലുള്ള ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. വലിയൊരു നാശനഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ക്യാമറമാൻ അനന്തു സുരേഷിനൊപ്പം ജ്യോതിഷ് മോഹനൻ, മീഡിയ 1 കോട്ടയം.